നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ യൂറോ കപ്പിലെ രണ്ടാമത്തെ മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് നിലവിൽ വമ്പന്മാരായ ഫ്രാൻസ് ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രിയയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഫ്രാൻസ് പരാജയപ്പെടുത്തിയിരുന്നു. ആ ഒരു മത്സരത്തിൽ സൂപ്പർ താരം കിലിയൻ എംബപ്പെ കളിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മത്സരത്തിനിടെ പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂക്ക് തകരുകയാണ് ചെയ്തത്. ഓസ്ട്രിയൻ താരവുമായി കൂട്ടിയിടിച്ചുകൊണ്ടാണ് എംബപ്പയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. അതുകൊണ്ട് തന്നെ നെതർലൻഡ്സിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാവില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. അതായത് നാളെയാണ് ഫ്രാൻസും നെതർലൻഡ്സും തമ്മിലുള്ള മത്സരം അരങ്ങേറുന്നത്. നാളെ അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഈ മത്സരത്തിൽ തിരിച്ചു വരാൻ കിലിയൻ എംബപ്പെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. തനിച്ചാണ് ട്രെയിനിങ് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇത്ര വേഗത്തിൽ അദ്ദേഹം ട്രെയിനിങ്ങിലേക്ക് തിരിച്ചെത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ ഫ്രഞ്ച് ഫുട്ബോൾ അസോസിയേഷൻ പുറത്ത് വിടുകയും ചെയ്തിട്ടുണ്ട്. അതിന് മുന്നോടിയായി ആരാധകർക്കൊരു സന്ദേശം അദ്ദേഹം നൽകുകയും ചെയ്യുന്നുണ്ട്. അതായത്, ഞാൻ ചെറിയ ട്രെയിനിങ് നടത്താൻ പോവുകയാണ്, ഞാൻ ഓക്കെ ആകും എന്നാണ് കിലിയൻ എംബപ്പെ ആ ഒരു വീഡിയോയിൽ പറയുന്നത്. എന്നിട്ട് പേഴ്സണൽ ട്രെയിനറോടൊപ്പം അദ്ദേഹം തൻ്റെ ട്രെയിനിങ് നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കിലിയൻ എംബപ്പെ നാളത്തെ ഹോളണ്ടിനെതിരെയുള്ള മത്സരത്തിൽ കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ല. എംബപ്പെ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് അദ്ദേഹത്തെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയനാക്കിയ ശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തെ കളിപ്പിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ദശാംശ തീരുമാനമെടുക്കുക. പക്ഷേ എംബപ്പെ അതിയായ രൂപത്തിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഹോളണ്ടിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ്. അതിനുശേഷം മറ്റൊരു മത്സരത്തിൽ, അതായത് അവസാനത്തെ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ പോളണ്ടാണ് ഫ്രാൻസിൻ്റെ എതിരാളികളായി കൊണ്ടുവരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.